ഹലോ ഫ്രണ്ട്സ്, ക്വാളിറ്റി ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓസും ടാപ്പും തമ്മിൽ കണക്ട് ചെയ്യുന്ന റോയൽ യൂണിയനെ കുറിച്ചാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന റോയൽ യൂണിയൻസ് 1/2 ഇഞ്ച് 3/4 ഇഞ്ച് സൈസുകളിൽ വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ടാപ്പുമായിട്ട് കണക്ട് ചെയ്യാം. ഈ രീതിയിലാണ് ടാപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് സാധാരണ PVC ടാപ്പുകളിലാണ് കൂടുതലും കണക്ട് ചെയ്യാറുള്ളത്. എന്നാൽ CP ടാപ്പുകളിൽ ഈ റോയൽ യൂണിയൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കണക്ട് ചെയ്യാനും. മാത്രമല്ല, ഫോഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് ഇളകി തെറിക്കാനും ഒക്കെ വളരെ സാധ്യതകളേറെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റോയൽ യൂണിയൻ്റെ മറ്റൊരു നായകനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായിട്ട് ക്വാളിറ്റി ചോയ്സ് എന്നുള്ള ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റിക്കൊണ്ട് CP ടാപ്പിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പുതിയൊരു റോയൽ യൂണിയനാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത് ബോൾട്ട് ടൈപ്പാണ്. ഇതിലൊരു ബോൾട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യാനുസരണം ലൂസാക്കാവുന്നതാണ്. മാത്രമല്ല, ഇത് വ്യത്യസ്തമായ ടാപ്പുകളിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് CP ടാപ്പിൽ നമുക്ക് ഇത് തന്നെ വേണ്ടി വരും. എങ്കിൽ മാത്രമേ CP ടാപ്പ് ഇതിൽ കയറുകയുള്ളൂ. അതേസമയം കുറച്ചുകൂടെ ചെറിയ ടാപ്പാണെങ്കിൽ നമുക്ക് ഇത് ബോൾട്ട് ലൂസാക്കിയ ശേഷം ഇത് ഇളക്കി മാറ്റി തിരിച്ചിടാവുന്നതാണ്. കുറച്ചുകൂടെ ചെറിയ സൈസ് ടാപ്പാണെങ്കിൽ ഈ ബുഷ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യം CP ടാപ്പാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആയതിനാൽ തന്നെ ഞാനത് ആദ്യം കിടന്ന മോഡിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ വാവട്ടത്തോടു കൂടി ഈ റബ്ബർ ബുഷിൽ നമ്മൾ ഈ ടാപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ലീക്ക് പ്രൂഫായി മാറുകയാണ്. ബോൾട്ട് ടൈറ്റായി കഴിഞ്ഞാൽ ഇത് പിന്നെ വളരെയധികം ബലമാണ്. എത്ര ഫോഴ്സിൽ വന്നാലും ഇത് തെറിക്കുകയോ ഊരി പോവുകയോ ചെയ്യില്ല. ഇതുപോലുള്ള ഉപകാരപ്രദമായ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും തൽക്കാലം വിട പറയുകയാണ്. ഗുഡ് ബൈ.